രാജ അസീസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പ്രശസ്ത നടൻ ശ്രീ അസീസിന്റെ മകനും പ്രശസ്ത സിനിമ സീരിയൽ ആർട്ടിസ്റ്റുമായ ശ്രീ രാജ അസീസ് കലാരംഗത്ത് നിറസാന്നിധ്യമാണ്. നമസ്കാരം. സുകുമാരൻ സാർ വർഷങ്ങൾക്ക് മുമ്പ് മാധവവിലാസം തുണ്ടത്തിൽ ഹൈസ്കൂളിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്തുകൊണ്ടോ സാറിന് എന്നോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. കാരണം പഠിക്കാൻ മിടുക്കനായതുകൊണ്ടല്ല, പഠിക്കാൻ മിടുക്കനുമായിരുന്നില്ല. പക്ഷേ എന്നിൽ ഒരു കൊച്ചു കലാകാരൻ്റെ അംശം എന്തോ സാറ് കണ്ടു. അതായിരിക്കണം എന്നോടൊരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് സുകുമാരൻ സാറിനെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം അതുപോലെ അസീസ് എന്ന് പറയുന്ന സിനിമാ നടൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല സുകുമാരൻ സാറ് എന്നെ സ്നേഹിച്ചത്. എന്നിലൊരു കലാകാരൻ്റെ അംശം ഉണ്ട് എന്ന് കണ്ടെത്തിയാണ് അദ്ദേഹം എന്നെ സ്നേഹിച്ചത്. പിന്നീടാണ് ഞാൻ പ്രസിദ്ധ സിനിമാ നടൻ അസീസിൻ്റെ മകനാണെന്നൊക്കെ സാർ അറിയുന്നു. സുകുമാരൻ സാറിനെ പറ്റി മരിക്കും വരെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ എല്ലാ രീതിയിലും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അച്ഛനായിട്ടും അധ്യാപകനായിട്ടും എല്ലാം ഞാൻ നമിക്കുന്നു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും ആയുസ്സുകളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ കുമാർ സേഠ് MVHSലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ കുമാർ സേഠ് മുംബൈയിൽ പ്രമുഖ വ്യവസായിയാണ്. സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ഞാൻ മാധവവിലാസം ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് സുകുമാരൻ നായർ സാറിനെ പരിചയപ്പെടുന്നത്. എൻ്റെ വർഷങ്ങളോളം എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതിയും കണ്ടാൽ ഒരു അധ്യാപകന് മാത്രമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അദ്ദേഹം ഒരു ചെറിയ കുടുംബത്തിൽ ജനിക്കുകയും ഹിന്ദിയിൽ ഉപരിപഠനം നടത്തുകയും ചെയ്ത ഒരാളാണ്. ആ കാലത്ത് ഹിന്ദിക്ക് കേരളത്തിനെ സംബന്ധിച്ച് അത്ര മഹാത്മ്യമില്ലാതിരുന്ന കാലത്താണ്. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ഹിന്ദി അധ്യാപകർ അതിന് മതിപ്പുണ്ടാക്കി. ഹിന്ദി ഭാഷയിൽ സ്കൂളിൽ നടക്കുന്ന എല്ലാ കലാപരിപാടികളിലും സാറാണ് ഒരു മുഖ്യ ഡയറക്ടർ. എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. മറ്റ് ടീച്ചേഴ്സിനും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. കുട്ടികൾക്ക് പിന്നെ പറയാനുമില്ല, അത്തരത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. കലാകാരൻ എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു മാതൃകാ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 87ാം വയസ്സ് ആചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനിയും ആയുരാരോഗ്യമായി ജീവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ വലിയശാല സമാജം റീഡിംഗ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. പേരുവിളാത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഗിർല ശങ്കരപ്പിള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ജിംനേഷ്യം നടത്തിയിരുന്നത്. കൂടെ മുണ്ടനാട് മാധവൻപിള്ള എന്ന മാന്യദേഹവും ഉണ്ടായിരുന്നു. ഒരു വിപുലമായ ഒരു ജിംനേഷ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഫയൽമാന്മാരും ഇവിടെ പങ്കെടുത്തിരുന്നു. 2019 സെപ്റ്റംബർ 14 തുണ്ടത്തിൽ മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വച്ച് ഗിർല ശങ്കരപ്പിള്ള അദ്ദേഹത്തിൻ്റെ മകനായ
ശ്രീ സുകുമാരൻ നായർ സാറിൻ്റെ ബഹുമാനാർത്ഥം സുകുമാരം എന്ന ഒരു ആഘോഷം അവിടെ നടക്കുകയാണ്. ആ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു. ശ്രീ തുണ്ടത്തിൽ ശശികുമാർ പ്രൊഫഷണൽ നാടക നടൻ, സീരിയൽ ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തൻ. സാറ് എനിക്ക് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഗുരുവാണ്. വിദ്യാഭ്യാസത്തിലും കലാഫീൽഡിലും. ഒരു 40 വർഷത്തിന് മുന്നേ ഞാൻ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സാർ എന്നോട് ചോദിച്ചു, നിനക്ക് ഓട്ടംതുള്ളൽ കളിക്കാമോ? ഞാൻ പറഞ്ഞു, സാർ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഞാൻ ഏറ്റു. അങ്ങനെ സാറ് കഥ എഴുതുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ന് തുണ്ടത്തിൽ യുവേഴ്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൽ അതിൻ്റെ വാർഷികത്തിന് അവിടെ അവതരിപ്പിച്ചു. നല്ല വിജയമായിരുന്നു. അതുപോലെ ഓട്ടോറിക്ഷ അന്നൊക്കെ ഇറങ്ങിയ കാലം, മൂക്കും ചീറ്റിപ്പാഞ്ഞു വരുന്നത് മാക്കാനെ പോലെന്തൊരു ജന്തു, മാക്കാനല്ലത് ഓട്ടോറിക്ഷ, നാട്ടിലിതിപ്പോൾ ഓട്ടം തന്നെ. അന്നൊന്നും ഈ ഓട്ടം തുള്ളൽ നാട്ടുകാർ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വലിയൊരു കൗതുകത്തോടെയാണ് അവർ കണ്ടതും അതിനെ ആസ്വദിച്ചത്. മേക്കപ്പ് ഞാൻ സാറിൽ നിന്നാണ് അഭ്യസിച്ചത്. സാറ് പഴശ്ശിരാജ, കാഞ്ചനസീത എന്നീ നാടകങ്ങൾക്ക് എടുത്തപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂംസും അതിൻ്റെ കിരീടങ്ങൾക്കും എല്ലാം ഉറപ്പൊളിച്ച് സാറിൻ്റെ ഒപ്പം പല രാത്രികളും ചെലവഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാറിനെക്കുറിച്ച് 2 വാക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി തന്ന രഘുരാമനും ശാന്തിക്കും മറ്റു സംഘാടകർക്കും ഞാൻ എപ്പോഴും നന്ദിയുണ്ട്. സാറിന് വേണ്ടി സമർപ്പിക്കുന്ന സുകുമാരം എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.